ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു ചെറിയ വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നത്. വേറെ ഒന്നുമല്ല, ഞങ്ങൾക്കൊരു ചെറിയ ഫങ്ഷൻ ഉണ്ടായിരുന്നു. ഒന്ന് വരാപ്പുഴയെ വെച്ചായിരുന്നു ഫങ്ഷൻ. ചേട്ടൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു. അപ്പം ഞാനും കുഞ്ഞും ചേട്ടായും കൂടിയായിരുന്നു പോയത് കേട്ടോ ബൈക്കിന്. അവിടെ അടുത്ത് തന്നെയാണോ, ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു 20 മിനിറ്റ്സ് ട്രാവലേ ഉള്ളൂ. അപ്പോൾ അടുത്ത് തന്നെ ആയതുകൊണ്ട് ബൈക്കിന് അവിടെ എത്തി കേട്ടോ. ഞങ്ങൾ ചെന്നൊരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴായിരുന്നു അമ്മയൊക്കെ വന്നത്. പിന്നെ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ ഒപ്പം ഞങ്ങൾ ഒരു റൗണ്ട് കയറി വീടൊക്കെ കണ്ടു. എന്നാൽ അവരുടെ കൂട്ടത്തിൽ പിന്നെ അകത്തോട്ടൊക്കെ പോയിട്ടോ. അപ്പോൾ കുറേ റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു. എല്ലാവരും വന്ന് പരിചയപ്പെടുകയൊക്കെ ചെയ്തു. പരിചയപ്പെട്ടു എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമുക്കറിയാവുന്നവരും ഉണ്ട്, അറിയാൻ പാടില്ലാത്തവരും ഒരു സ്ഥലത്ത് പോകുമ്പോൾ അച്ഛൻ്റെയൊക്കെ കൂടെ വന്ന് ഇതാണ് എൻ്റെ മോളെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുകയൊക്കെ ചെയ്യുമല്ലോ. അങ്ങനെ കുറേ പേരെ കണ്ടു. പിന്നെ വീടാണെങ്കിലും ഒന്നും പറയാനില്ല കേട്ടോ, അടിപൊളി വീടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവിടെ വർക്ക് ഏരിയയുടെ ഒരു ഭാഗത്ത് സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് അടിപൊളിയായിരുന്നു. വേറെ ഒന്നും കാണാത്ത പോലൊരു ഫീൽ ഉണ്ടായിരുന്നു അത് കേട്ടോ. പിന്നെ മുകളിലോട്ട് കയറിയത്, ഞങ്ങൾ മുകളിൽ കയറി. അവിടെ 2 ബെഡ്റൂം ഉണ്ടായിരുന്നു. ആ ബെഡ്റൂമിൽ 2ലും ബാൽക്കണി ഉണ്ട്, ഒരു ചെറിയ പോർഷനായിട്ട് ബാൽക്കണി ഉണ്ട്. അവിടെ നിന്നപ്പോഴായിരുന്നു ബാബു കൊച്ചിന് മോളൊക്കെ വന്നത്. അവർ ജസ്റ്റ് ഹായ് ഒക്കെ പറഞ്ഞ് അവർ അകത്തോട്ട് കയറിപ്പോന്നു. പിന്നെ കൂട്ടത്തിൽ തന്നെ ഞങ്ങളും പുറത്തേക്ക് അപ്പോൾ തന്നെ ഇറങ്ങിയായിരുന്നു. അടുത്ത ബെഡ്റൂം കാണാനും ഓരോന്നായിട്ട് ഇറങ്ങിയായിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ മോളിൽ തന്നെ ഞങ്ങൾ ആ വർക്ക് ഏരിയയിൽ നിന്ന് വർത്താനം പറഞ്ഞായിരുന്നു ചേട്ടൻ അവിടെ നിൽക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ താഴോട്ട് പോയിട്ടോ. താഴെ അവിടെ പാട്ടുണ്ടായിരുന്നു. ഈ പാട്ട് പാടിയത് ആൻറ്റിയുടെ മോനാണ്. നല്ല പാട്ടായിരുന്നു അല്ലേ. ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അധികം ടൈം സ്പെൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം തന്നെ ജോലിക്ക് പോകണമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ വേഗം ടാറ്റ ബേബിയെ പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി. ഇറങ്ങാൻ നേരത്ത് അമ്മേനെ കണ്ടതിൻ്റെ ആവശ്യമായിരുന്നു അവൾക്ക്. അമ്മയുടെ ഒപ്പം പോകണം എന്നുള്ള വാശിയായിരുന്നു. അമ്മ ഓരോ കള്ളത്തരമൊക്കെ പറഞ്ഞ് ബൈക്കിൽ തന്നെ പിന്നെയും പിടിച്ച് കയറ്റി. അവൾക്ക് മനസ്സിലായി നടക്കൂല എന്നുള്ളത്. പിന്നെ ഞങ്ങൾ ഇറങ്ങി. അവർ അച്ഛനും അമ്മയൊക്കെ വന്നത് അപ്പൂൻ്റെ ഒപ്പമായിരുന്നു. അപ്പൂൻ്റെ ഒപ്പം കാറിനാണ് വന്നത്. അപ്പോൾ അവർ കാറിന് പോയി. ഞങ്ങൾ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഞങ്ങൾ ബൈക്കിന് പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ.